ഹായ്, വെൽക്കം ടു ആർ സി ടെക്നോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മിനിയേച്ചർ ആർ സി കാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1:64 സ്കെയിലിലെ ഒരു റെഗുലേറ്ററും ഒരു ലോറിയാണ്, മിനി ട്രക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണത്തിന് 1750 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനകത്ത് APP കൺട്രോള്, 24GS കൺട്രോള്, ECT ലൈറ്റ്, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സ്കാൻ ചെയ്യാൻ ഇങ്ങനെ കാര്യങ്ങൾ. ഇതിൻ്റെ റിമോട്ടിൻ്റെ പിക്ക്. അപ്പോൾ അടുത്ത് നോക്കിയാൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണിത്. 1:64 RC സ്പീഡ് റെഗുലേറ്റിംഗ് അലൈവ് മോഡൽ കാർ, 6+ years ഓൾഡ്, പിള്ളേർക്കുള്ളതാണ്. അപ്പം അതിൻ്റെ തന്നെ സെയിം കാര്യങ്ങൾ ഇവിടെ. ലൈറ്റ്, ചാർജർ, ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ മോഡൽ. നല്ലൊരു അടിപൊളി പെട്ടിയാണിത്. നല്ല മെറ്റലിൻ്റെ ഒരു പെട്ടിയാണ്. പുറകിൽ അതിൻ്റെ റിമോട്ട്, ബാറ്ററി ഇടുന്നത്, അങ്ങനെയൊന്നും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹിറ്റാച്ചി തുറന്ന് നോക്കാം. അതിൻ്റെ അകത്തൊരു സ്പോഞ്ചിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു കോട്ടിങ് കവറിങ്ങൊക്കെയാണ്, നല്ലൊരു മെറ്റൽ കവറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളൊരു പേപ്പറുണ്ട്, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിനകത്ത് ജസ്റ്റ് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും സ്കാൻ ചെയ്യാനുള്ളതും അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഗൈഡ് നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അപ്പുറത്തെ അതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളും ഓരോ പാർട്സും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. ചെറിയൊരു റിമോട്ടാണ്. അതിൻ്റെ കൂടെ ചാർജർ വരുന്നുണ്ട്, കേബിള്. ഇതാണത് കേബിള്. ഇനി നമ്മുടെ സാധനം നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇടിച്ചാലും പൊട്ടിയാലൊന്നും പോകാണ്ടിട്ടുള്ള രീതിയിലാണ് കേട്ടോ. നല്ല പാക്കിങ് ആട്ടോ വേറെ. ഇതിന് ഊരി എടുക്കണമെന്നുള്ള ഒരുപാട് പൊക്കി എടുക്കട്ടെ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നല്ലൊരു മെറ്റൽ ബോഡിയാണ്. എല്ലാ ഡീറ്റെയിലിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു മിനിയേച്ചർ മോഡൽ പോലെ ആക്കിയിരുന്നു. ബോഡിയൊക്കെ മെറ്റലാണ്. അത് റബ്ബർ പോലത്തെ സാധനം. അതിൻ്റെ ഇത് കറങ്ങുന്ന റബ്ബർ, അത് മെറ്റലാണ്. ബാക്കിയെല്ലാം മെറ്റല്. കപ്പും മെറ്റലാണ് വരുന്നത്. ഇതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച്. ഇത് റിമോട്ട് വരുന്നത്. നമുക്ക് റിമോട്ടിനകത്ത് ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. ഒരു സ്ക്രൂ ഉണ്ട്, നമുക്കത് തുറന്ന് നോക്കാം. വലിയ വെയിറ്റ് ഒന്നുമില്ല, ചെറിയ റിമോട്ടാണ്. ഇതിനകത്ത് ഇടുന്നത് നമ്മൾ ചെറിയ ബാറ്ററിയാണ്, മറ്റേ ക്ലോക്കിനേക്കാളും ചെറുത് റിമോട്ട് ബാറ്ററിയൊക്കെ ഇടുന്നത്. ചെറിയ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന TVയുടെ റിമോട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് നോക്കാം. പിന്നെ നല്ല സൗണ്ട്, ഓണാക്കുമ്പോൾ നല്ല സൗണ്ട്, ഒരു റിയലിസ്റ്റിക് ഫീൽ ഇട്ട് നമ്മൾ ഓണാക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും പെർഫോമൻസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റിമോട്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അതിൻ്റെ സൗണ്ട് കേട്ടുന്നുള്ളത്. റിമോട്ട് ഓണാക്കാം. റിമോട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സൗണ്ട്. ഇത്രയും സൗണ്ട്, ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബോഡി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡിൽ പൊക്കുന്നത്, താത്തുന്നത്, അങ്ങോട്ട് തിരിക്കുന്നു, നീട്ടുന്നു, മാന്താൻ പറ്റുന്നു. ഒരു വേര് വിറ്റാച്ച് നമ്മളുണ്ട്, അതേപോലെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. വലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പവറുണ്ട്. നമുക്കിതിൻ്റെ സെറ്റപ്പ് കറക്റ്റായിട്ട് നമ്മളൊന്ന് പഠിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. ഉപ്പതാത്ത അതിൻ്റെ സ്വിച്ച് റൈറ്റിലോട്ടേക്ക് തിരിയുന്നത്, ഇത് ലെഫ്റ്റിലേക്ക് തിരിയുന്നത്.
അത് ലൈറ്റ് ഓഫ് ആക്കുന്നത്. ഇവിടെ ലൈറ്റ് ഓണായി. ഞെക്കി പിടിച്ച് ലൈറ്റ് ഓഫ് ആകും. ആ സ്വിച്ച് ലൈറ്റിനുള്ളത് കേട്ടോ. ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. ഓക്കെ, അടുത്ത സ്വിച്ച്. അതിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പോകുക. പിന്നെ നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കിയാൽ മതി, നേരെ പൊക്കോളൂ. അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്, പിന്നെ പഠിച്ച കേട്ടോ. ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പോക്ക്. ഞാൻ വിളിച്ചത് പോയത് എൻ്റെ ഒറ്റ പോക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് കാര്യങ്ങൾ, തിരിയുന്നു മറിയുന്നു, തലകുത്തി മറിയുന്നു. സാധനം കൊള്ളാം, അടിപൊളി സാധനം കേട്ടോ. ഒച്ച. അടുത്ത് നമുക്ക് ഇതൊന്ന് തുറക്കാം, ട്രക്ക് ഒന്ന് തുറക്കാം. സെയിം കവർ തന്നെ, സെയിം ഡീറ്റെയിലും കാര്യങ്ങളും അതേപോലെ തന്നെ. അതിൻ്റെ കൂടെ വരുന്നത് സെയിം അതേപോലെ തന്നെ റിമോട്ട്, സെയിം റിമോട്ട് തന്നെ കേട്ടോ, മാറ്റമൊന്നുമില്ല. അതിൻ്റെ കൂടെ വരുന്നത് നേരത്തെ കണ്ട ഗൈഡും ഒരു ചാർജർ, 2 കേബിൾ. ഇവനെ വലിച്ചൂരെടുക്കാം. ഇവരുടെ പാക്കിങ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പാക്കിങ് കേട്ടോ. മെറ്റൽ ബോഡി, മെറ്റൽ എല്ലാം മെറ്റലാണ്. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന സാധനം. ഈ കുഞ്ഞുണ്ടല്ലോ, മെറ്റലുണ്ട്, മൊത്തം മെറ്റലാണ്. അടിവശം ഇച്ചിരി ഇതുണ്ടെന്ന്, ബാക്കിയുള്ള മെറ്റലാണ്. ഫുള്ള് മോഡലും മെറ്റൽ. ഇതിവരെങ്ങനെ ഉണ്ടാക്കിയെടുത്തുന്ന ഒരു പിടുത്തം കേട്ടോ. എൻ്റെ റിമോട്ട് അതിലും ചെറുത്. അത് നമുക്ക് ബാറ്ററി ഇട്ട് വെക്കാം. അവിടെ നമുക്ക് ഊരി നോക്കാം. സെയിം ബാറ്ററി, മറ്റേതിൻ്റെ തന്നെ സെയിം ബാറ്ററി, ഇതിനും സെയിം ബാറ്ററി. നമുക്ക് മൊത്തം 4 നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2 നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം. ഇതിനും സെയിം തന്നെ, ഇതുപോലെ സൗണ്ട് വരും, സെയിം പർപ്പസ്. ഇതിന് അതിൻ്റെ ബാക്ക് ബോഡി ലിഫ്റ്റ് ചെയ്യാം, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. സെയിം സ്വിച്ച് കാര്യങ്ങൾ. നമുക്കെന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇത് അതിൻ്റെ സി ടൈപ്പ് കേബിൾ കേട്ടോ, അതാണ് അതിൻ്റെ കേബിൾ. സി ടൈപ്പ് ചാർജറാണ്. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഓണാക്കാം. കണ്ടോ, ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ട് കണക്ട് ചെയ്യാം. റിമോട്ട് ഓണാക്കി ഇത് കണക്റ്റായി. അവിടെ ഞെക്കി കഴിഞ്ഞാൽ എഞ്ചിൻ ഓണായി. കണ്ടോ, സൗണ്ട് കിട്ടോ, എഞ്ചിൻ്റെ സൗണ്ട് കിട്ടോ. ഏതാ വെച്ചോ, ഒറിജിനാലിറ്റി അല്ലേ. ഈ ചെറിയ സാധനത്തിൽ നിൽക്കുന്ന വെച്ച് ഒറിജിനാലിറ്റി ഇങ്ങനെ കേട്ടോ. സാധനം അടിപൊളിയാണ്. കണ്ടോ, ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ. ഇത് മുന്നോട്ട് ഞെക്കി കഴിഞ്ഞാൽ അപ്പ്, താഴോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഡൗണ്. ഇത് മുന്നോട്ട് സ്പീഡ് പോകും, പുറകോട്ട് മുന്നോട്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ്, ഇതെത്ര ഫംഗ്ഷനുള്ളൂ. ലെഫ്റ്റ് റൈറ്റ്, മുന്നോട്ട് പുറകോട്ട്, ബോഡി ലിഫ്റ്റ് ചെയ്യുന്നു. രണ്ടിനെയും കൊണ്ട് നമുക്കൊരു പണി എടുപ്പിക്കുന്നൊരു വീഡിയോ ഇറക്കണം. ഇതിലൊരു നല്ല ലൈക്കും ഫോളോയും സബ്സ്ക്രൈബ് തരുവാണെങ്കിൽ നമുക്ക് അതിനെക്കൊണ്ട് ഇവരന്മാർ 2 കൊണ്ട് പണിയെടുപ്പിക്കുന്ന വീഡിയോ എടുക്കാം. ഇത് അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു RC മിനിയേച്ചറാണ്. ഏകദേശം ഒരു 1780 ഒരെണ്ണത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 കൂടെ 3000 സംതിങ്ങേ ഉള്ളൂ. ബാക്കി കുറേ സൈഡിലൊക്കെ 2000 സംതിങ്ങൊക്കെയാണ്. 2400 സംതിങ് ഉണ്ട്. ഞാനിപ്പോൾ വാങ്ങിയത് 1750. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കിലുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണ്ട ആർക്കെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അതെനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നേക്കാം. കോണ്ടാക്ട് ഉണ്ടോ. സീനല്ല, 2 സീനാണ്. എന്തായാലും വാങ്ങിയത് വർത്തിക്കാം. നമുക്ക് ഫ്രീ ടൈം സ്ട്രെസ് സമയത്തൊക്കെ ചുമ്മായിരുന്നു കളിക്കാനും സമയം പോകാനുള്ള സമയം. കുറച്ച് പണി ചെയ്തിരിക്കുക. മണ്ണവാരി ഇടുന്നു, നിറയ്ക്കുന്നു, പോകുന്നു. മണ്ണവാരി ഇടുന്നു, നിറയ്ക്കുന്നു, പോകുന്നു. എൻ്റെ മണ്ട നമുക്ക് കയറാൻ പറ്റും നോക്കാം. അപ്പോൾ അത്രയൊന്നും ആയിട്ട് നോക്കാം. നല്ല പവറുണ്ട് കേട്ടോ. ഉന്തി തെറിപ്പിച്ച് പോയി. മറ്റവനെ നോക്കാം. ഇടിച്ചെറിയോ? ഉണ്ടറിയില്ല. അവനെക്കൊണ്ട് പറ്റുന്ന അനങ്ങ് പോലും തോന്നുന്നു. ഇതൊന്ന് കൺട്രോൾ കിട്ടുന്ന വെച്ചിട്ട് പോകാം കേട്ടോ. അത് പഠിക്കണം. കുറച്ചൊന്നും ലെവലാണ്. നമുക്ക് എന്തായാലും ഇവനെ പിടിച്ച് തിരിച്ചേക്കാം.
ഇതൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ട് ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് നൽകും. എല്ലാ സൈറ്റിലേക്കാളും പൈസ കുറവുള്ളൊരു സൈറ്റിലാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 1750 രൂപ, ഒരെണ്ണത്തിന് 1241, ഒരെണ്ണത്തിന് 1250, ഇത്രയും പൈസയാണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എന്തായാലും നമുക്ക് വർക്കിട്ടാണ്, നല്ല സമയപോക്കാണ്. ഉണ്ട് കയറിയിരിക്കുന്നുണ്ട്. ചുമ്മാ ഇതായത് കുറച്ചേരം നോക്കിയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് നമുക്ക് റിലാക്സേഷൻ. ഇതാണ് എൻ്റെ റിമോട്ടും കാര്യങ്ങളും. ഇത്രയും ചെറുതാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ്. അപ്പം എല്ലാവരും എങ്ങനെയാണ് ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യില്ലേ? അപ്പോൾ എല്ലാവരും സമയം കളയാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് മെല്ലെ മെല്ലെ വരാം.